ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിൽ പങ്കുചേർന്ന അമേരിക്ക ഇറാന്റെ പ്രധാന 3 ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി. ഫോർദോ, നഥാൻസ്, ഇസ്ഫഹാൻ കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയത്. ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ ഫോർദോയിൽ കനത്ത നാശനഷ്ടമുണ്ടായി. സമാധാനത്തിന് തയ്യാറായില്ലെങ്കിൽ ദുരന്തത്തിനായി കാത്തിരിക്കുമെന്ന് ഇറാന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ തന്ത്രപ്രധാന ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചുകൊണ്ടാണ് യുഎസും ഇറാനെതിരായ യുദ്ധത്തിൽ പങ്കുചേർന്നത്. ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി ലോകത്തെ അറിയിച്ചതും ഡൊണാൾഡ് ട്രംപ് തന്നെ. ഗുവാം ദ്വീപിൽ ബങ്കർ ബസ്റ്റർ ബോംബുകളുമായി പറന്നുയർന്ന B-2 സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങളാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ കനത്ത നാശം വിതച്ചത്. ആക്രമണത്തിന് പിന്നാലെ ട്രംപ് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി. ഇറാനിലെ ആക്രമണം വിജയകരമാണെന്നും ഇനി മേഖലയിൽ സമാധാനം ഉണ്ടാകും എന്നുമായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. ഇറാൻ ചർച്ചകൾക്ക് തയ്യാറായില്ലെങ്കിൽ ഇനിയും ആക്രമിക്കുമെന്നും ട്രംപിന്റെ മുന്നറിയിപ്പ്. ആക്രമണത്തിന് പിന്നാലെ ട്രംപിന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നന്ദി പറഞ്ഞു. യുഎസിന്റെ അത്ഭുതകരവും നീതിയുക്തവുമായ ശക്തി ഉപയോഗിച്ച് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിടാനുള്ള ട്രംപിന്റെ ധീരമായ തീരുമാനം ചരിത്രത്തെ മാറ്റിമറിക്കും എന്നായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാക്കുകൾ. ഇന്റർനാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ.